ഹായ്, ഞാൻ രമ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കുന്നത് വേനൽ ചൂടിന് പറ്റിയ നല്ല ഒരു അവിൽ മിൽക്കാണ്. അപ്പോൾ അതിന് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ഒരു 10-15ഓളം അണ്ടിപ്പരിപ്പുണ്ട്, പിന്നെ കുറച്ച് കപ്പലണ്ടി ഉണ്ട്, പിന്നെ ഫ്രൂട്ടി ഉണ്ട്, 2 കളറുണ്ട്, പച്ചയും മഞ്ഞയുണ്ട്, പിന്നെ മിൽക്ക് മേഡാണിത്. ഇത് ഞാനിപ്പോൾ നമുക്ക് ആവശ്യത്തിന് ഞാൻ തന്നെ കാച്ചിയെടുത്തതാണ്. പിന്നെ മാങ്ങ, പഴുത്ത മാങ്ങയാണ്, പിന്നെ പഴം, പിന്നെ ബദാം കുതിർത്തി തൊലിയൊക്കെ കളഞ്ഞതാണിത്, പിന്നെ ചെറി, ഈത്തപ്പഴം, ആപ്പിൾ ചെറുതായി മുറിച്ച് വെച്ചിട്ടുണ്ട്, അതിന് വേണ്ട പാലുണ്ട്, പിന്നെ പഴം. ഇതൊക്കെയാണ് ഇതിന് വേണ്ടത്. പിന്നെ നമുക്ക് ആവശ്യത്തിന് വേണ്ട അവിലാണ്. ഇതിന് ആവശ്യത്തിന് വേണ്ടത് നമുക്ക് എടുക്കാം. ഇനി അത് അവിലൊന്ന് ചൂടാക്കണം. ഗ്യാസ് കത്തിച്ചിട്ട് നമുക്ക് ചൂടാക്കാനുള്ള ഒരു ഇത് വയ്ക്കാം. അതിന് ശേഷം ഒന്ന് തട്ടി ചൂടായിട്ട് ഒരു 2 ഇത് നമുക്ക് ഒരു ഡ്രൈ ആയിട്ട് ഒന്ന് ചൂടാക്കി എടുക്കാം. നല്ലൊരു മുരിങ്ങനെ ഒന്ന് ചൂടാക്കിയാൽ മതി, വല്ലാതെ ഒരുപാട് നേരം വേണ്ട, ഒന്ന് ചൂടാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ അവിൽ റെഡി ആയിട്ടുണ്ട്. ഒന്ന് ചൂടാക്കിയാൽ മതി, ഒരുപാട് നേരം വെക്കേണ്ട ആവശ്യമില്ല. ഞാനത് ഗ്യാസ് ഓഫാക്കുകയാണ്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമുക്കിത് പഴം ഇതിലേക്ക് ഇടാം. നമുക്ക് ആവശ്യമായിട്ടുള്ള പഴം എത്ര എണ്ണം വേണ്ട അത് ഉപയോഗിക്കാം. ഒരു 4 പഴം ഞാൻ മുറിച്ചിടുന്നുണ്ട്. സ്പൂൺ കൊണ്ട് തന്നെ ഒന്ന് ഉടച്ചെടുത്താൽ മതി. മിക്സിയിൽ കഴിഞ്ഞാൽ വല്ലാതെ അരിഞ്ഞു പോകും, അപ്പോൾ അതിന് ടേസ്റ്റിയിട്ടില്ല. അപ്പോൾ സ്പൂൺ കൊണ്ട് തന്നെ ഉടച്ചെടുക്കുക. അതിലേക്ക് മാങ്ങ ഇടുന്നുണ്ട്. മാങ്ങയും ആപ്പിളും ഇടുന്നുണ്ട്. ഇത് 3ഉം കൂടെ ഇട്ടിട്ടൊന്ന് ഉടച്ചെടുത്താൽ മതി, വല്ലാതെ ഉടയേണ്ട ആവശ്യമില്ല. ഒന്ന് പഴമൊക്കെ ഒന്ന് ഉടച്ച് മാങ്ങയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇതിൽ ഐസ്ക്രീമും കൂടെ എടുക്കാം. അതിലേക്കുള്ള പഴവും ആപ്പിളും മാങ്ങയും കൂടെ ഒന്ന് ഞാൻ ചെറുതായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് നമ്മളെ പാലൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ മിൽക്ക് മേഡിൽ ഒഴിച്ചിട്ട്. അപ്പോൾ ഇതിൽ നല്ല മധുരമുള്ളതാണ് മിൽക്ക് മേഡിൽ. അപ്പോൾ പാല് ഒന്ന് ഇളക്കിയെടുത്ത് ഇനി നമുക്ക് സെറ്റ് ചെയ്യാതെ സെറ്റ് ചെയ്യാൻ പോവാണ്. ആദ്യം നമ്മുടെ ഫ്രൂട്ട്സാണ് ഇടുന്നത്. ഫ്രൂട്ട്സ് ഇട്ടതിന് ശേഷം നമ്മൾ ഈത്തപ്പഴം ഇടുകയാണ്. പിന്നെ ബദാമാണ് ഇടുന്നത്. പിന്നെ കപ്പലണ്ടിയാണ്, തൊലി കളഞ്ഞ കപ്പലണ്ടി ഇടുകയാണ്. പിന്നെ അണ്ടിപ്പരിപ്പാണ് ഇടുന്നത്. എല്ലാം ഒന്ന് നോക്കിക്കോ. അതിന് ശേഷം നമ്മൾ പാലൊഴിക്കുകയാണ്. പാലൊഴിച്ചതിന് ശേഷം നമ്മളത് അവിലിടുകയാണ്. ഇനി ഈ അവിലൊഴിച്ചിട്ട് നമ്മളിതേ ഒന്ന് ചെറുതായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കുറച്ചുകൂടെ പാല് വേണമെന്ന് തോന്നിയാൽ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒരു ഇച്ചിരി കൂടെ ഒഴിച്ച് കൊടുക്കുക, നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച്. അതിന് ശേഷം നമ്മുടെ ഫ്രൂട്ടി നമുക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നമ്മളെ മെയിൻ സാധനമാണ് നമ്മളെ ഐസ്ക്രീം. അത് വയ്ക്കാം. ചെറി വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ
ഡെക്കറേഷന് വേണ്ടിയിട്ട് ഒരു 3-4 ഫ്രൂട്ടിയും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെയാണ് നിങ്ങൾ സെറ്റ് ചെയ്യേണ്ട അവിൽ മിൽക്ക്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് അടുത്ത 2 ഗ്ലാസും കൂടെ സെറ്റ് ചെയ്യാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അവിൽ മിൽക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ ഒന്ന് അവിൽ മിൽക്ക് ഉണ്ടാക്കി നോക്കണം. അത് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീണ്ടും ഞാൻ നിങ്ങളുടെ മുന്നിൽ നല്ലൊരു ഡിഷുമായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ബൈ.